ഇന്നത്തെ മക്കൾക്ക് ക്ക് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കുന്നതും സ്നേഹം കൊടുക്കുന്നതും ഇന്ന് അമ്മമാരാണ്. കാരണം എന്ന് വെച്ചാൽ അവരുടെ എല്ലാ പ്രവൃത്തികൾക്കും ഇന്ന് കൂട്ടുകൊടുക്കുന്നത് ആരായിരിക്കും എന്നറിയാമോ? അമ്മമാരാണ്. കാരണം പണ്ടെന്ന് പറയുന്നത് എന്തെങ്കിലും നിസ്സാര കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അച്ഛൻ വരുമ്പോൾ അച്ഛനോട് പറയും, ദേ ഇന്ന് നോക്കിയേ, ഇങ്ങനൊരു സംഭവമുണ്ട്, അത് ശരിയാണോ? ഒന്ന് വിളിച്ചൊന്ന് ഉപദേശിച്ച് വിട്ടാൽ മതി, അടിക്കണ്ട, അല്ലെങ്കിൽ പിന്നെ വഴക്ക് പറയണ്ട എന്നൊക്കെ പറഞ്ഞ് പണ്ടത്തെ അച്ഛനും അമ്മയും അച്ഛനും തമ്മിലുള്ള ഒരു കണക്ഷനുണ്ട് അവർക്ക്. കാരണം മക്കൾക്കിടയിൽ ഒരു കണക്ഷനുണ്ട്. കാരണം നേർവഴിയുടെ കണക്ഷൻ. ഇന്നത്തെ ഇന്നത്തെ സമൂഹത്തിൽ അത് ഒരുപാട് കാണാൻ കിട്ടാത്ത കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ? പിന്നെ മൊബൈലുകൾ ഉപയോഗമാണ് ഏറ്റവും കൂടുതൽ മക്കളിലുള്ളത്. ഇന്ന് എവിടെ നോക്കിയിരുന്നാൽ, കാരണം വെച്ചാൽ ഞാനിന്ന് നേരിട്ട് കണ്ടും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദുരന്തത്തിൻ്റെ ഒരു 2 കുഞ്ഞുങ്ങളുടെ ദുരന്തത്തിൻ്റെ കാര്യങ്ങൾ ഇതാണ്. കാരണം ഈ കുഞ്ഞുങ്ങൾ ഈ 24 അവേഴ്സും മൊബൈലിനുള്ളിലാണ്. കാരണം ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ഇവർക്ക് ഓൺലൈൻ ക്ലാസ്സുകളുണ്ട്. അത് കഴിഞ്ഞ് ഇവർക്ക് പഠിക്കാനൊക്കെ ഒരുപാടുണ്ട്. കാരണം ഇവരെന്താണ് പഠിക്കുന്നത് ഇന്നത്തെ അച്ഛനും അമ്മയ്ക്ക് അറിയുമോ? ഇവരെന്തിനാണ് പഠിക്കുന്നതെന്നുള്ളത് ഇന്നത്തെ അച്ഛനും അമ്മമാർക്ക് അറിയുമോ? ഇല്ല. കാരണം എന്ന് വെച്ചാൽ അമ്മയോട് ചോദിക്കുകയാണ്, മക്കളെന്തിനാ അവളെന്തിനോ പഠിക്കുന്നുണ്ട്, അത്രേ അറിയുള്ളൂ. അച്ഛനോട് ചോദിക്കും മക്കളെന്താ പഠിക്കുന്നതെന്ന് കേട്ടാൽ അവർക്കും അറിയില്ല, അവരെന്തിനൊക്കെ പഠിക്കുകയാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ അച്ഛനും. പണ്ട് അങ്ങനെയല്ല. എന്താണ് പഠിക്കുന്നത്, എവിടെയാണ് പഠിക്കുന്നത്, എങ്ങനെയാണ് പഠിക്കുന്നത് എന്ന് അച്ഛനും അമ്മമാർക്ക് അറിയാൻ കഴിയും. ഇന്ന് അവരെന്താണ് പഠിക്കുന്നതെന്നറിയാം. കാരണം വെച്ചാൽ ഇപ്പോൾ എന്താണെന്ന്, ഓൺലൈൻ ക്ലാസ് ഓർ ഓഫ്ലൈൻ ക്ലാസ്, അങ്ങനെ 2 ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഓൺലൈൻ ക്ലാസ്, എൻ്റെ മക്കൾ റൂമിനകത്തിരുന്ന് ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ പഠിക്കുന്ന മക്കളുകളുണ്ട്. കാരണം വെച്ചാൽ കഷ്ടപ്പാടിലൂടെ, ബുദ്ധിമുട്ടിലൂടെ, നമ്മളെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അറിഞ്ഞ് നമുക്കൊരു ഭാവി ജീവിതം വേണമെന്ന് പറയും കൊണ്ട് പഠിക്കുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, അവരെ ഉദ്ദേശിച്ചുമല്ല. കാരണം എന്ന് വെച്ചാൽ അവരിങ്ങനെ അവരുടെ ജീവിതങ്ങൾ കുറേ കുഞ്ഞുങ്ങൾ അവരുടെ ജീവിതങ്ങൾ ഇങ്ങനെ തൊലച്ച് കളയാണ്. റൂമിനകത്ത് കയറിയിരുന്ന് അവരിങ്ങനെ ഈ ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് നെറ്റ് വഴി തപ്പിയാൽ എന്തും കിട്ടും. അച്ഛനും അമ്മയും ഒഴിച്ച് എന്തും നെറ്റ് വഴി തപ്പിയാൽ കിട്ടും. ആ മാർഗങ്ങളിലൂടെ അവർ സ്വീകരിച്ച് കഴിഞ്ഞു. അവരുടെ ഭാവി അവിടെ അടിയറ വെച്ച് കഴിഞ്ഞു. അവർക്ക് ഒരു പണ്ടാണെങ്കിൽ നമുക്ക് മക്കൾക്കെന്ന് പറഞ്ഞ ഒരു എയിമുണ്ട്, പഠിക്കണം, അവർക്കൊരു ജോലി നേടണം, അവരെ കുടുംബത്തെ സംരക്ഷിക്കണം, അച്ഛനും അമ്മയെന്ന് പറയുന്ന ഒരു വിലയുണ്ട്. ഇന്നത്തെ മക്കൾക്ക് അങ്ങനെയുള്ള ഒരു വിലയേ ഇല്ല. അതിന് ഒരു കാരണമെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ അമ്മമാർ തന്നെയാണ്. കാരണം ഇന്ന് ആ മക്കൾ രാവിലെ എണീറ്റ്, അമ്മ ഞാൻ ഇന്ന കൂട്ടുകാരിയുടെ വീട്ടിൽ പോയിട്ട് വരട്ടെ, അല്ലെങ്കിൽ അമ്മ ഞാൻ ഇന്നൊരു സിനിമ കണ്ടിട്ട് വരട്ടെ, ഇന്ന കൂട്ടുകാരൻ്റെ കൂടെയാണ് എന്ന് അമ്മയോട് പറയുമ്പോൾ അമ്മ മൗനം പാലിക്കുകയാണ് അവിടെ. കാരണം ശരി, പോയിട്ട് വാ, നിങ്ങളുടെ അച്ഛൻ അറിയരുത്, നിങ്ങളുടെ അച്ഛൻ അറിയരുത്, നിങ്ങളുടെ അച്ഛൻ അറിഞ്ഞാൽ അങ്ങേരിങ്ങ് വന്നിട്ട് വലിയ പ്രശ്നമാക്കും, അതുകൊണ്ട് നിങ്ങളുടെ അച്ഛൻ അറിയരുത് എന്ന് അവിടെ ഒരു വളം ആർക്ക് ഇട്ട് കൊടുക്കുകയാണ്? മക്കൾക്കൊരു താങ്ങ് ഇട്ട് കൊടുക്കണം. അപ്പം മക്കൾ ചെറിയ ഒരു കള്ളത്തിന് അവിടെ അടിമയായി. അങ്ങനെയായി സമൂഹത്തിൽ വലിയ വലിയ കള്ളത്തരങ്ങളിലൂടെ മക്കൾ നീങ്ങുമ്പോൾ അമ്മമാർക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് നീങ്ങും. കാരണം എന്ന് വെച്ചാൽ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളായിരുന്നാലും നമ്മൾ വീട്ടിൽ എന്ത് കാര്യം ഉണ്ടായെങ്കിലും അവരുടെ അച്ഛനും അമ്മയും കൂടെ ആയിട്ട് ഷെയർ ചെയ്ത് പോകണം. കാരണം അത് ചെയ്ത് പോകാത്തിടത്തോളം കാലം നമ്മുടെ മക്കളുടെ ഭാവി അവതാളത്തിലോട്ടാണ് പോകുന്നത്. അത് മിക്ക വീടുകളിലും ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇന്ന് ഞാൻ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും അതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മക്കളുടെ ഭാവി തുലയ്ക്കുന്നതിൽ ഒരു പങ്കെന്ന് പറയുന്നത് നമ്മുടെ
അച്ഛനിലും അമ്മയിലും ഉണ്ടാവും. കാരണം അച്ഛനെന്ന് പറയുന്നത് നേരം വെളുക്കുമ്പോൾ കഷ്ടപ്പെട്ടിട്ട് പാതിരയാവുമ്പോൾ വീട്ടിനകത്ത് വന്ന് കയറും. വന്ന് കയറിയിട്ട് പിന്നെ എന്തെന്ന് പറയാനെന്ന് വെച്ചാൽ വല്ല ഭക്ഷണവും എല്ലാം കഴിച്ചിട്ട് കയറി കിടന്ന് അങ്ങ് ഉറങ്ങാൻ പോകും. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ കുറച്ച് സമയം നമ്മുടെ മക്കളുടെ പുറകിലൂടെ ഒരു കണ്ണ് വേണം. നമ്മുടെ മക്കളെ സമൂഹത്തിൽ നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ സമൂഹത്തിൽ അവരെ റാഞ്ചി എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള അവരെ ഒരു ചീത്ത കൂട്ടുകെട്ടിലേക്ക് നയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് സാധ്യതകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പം നമ്മുടെ മക്കൾക്ക് വേണ്ടുന്ന കെയർ കൊടുക്കേണ്ടത് നമ്മുടെ വീടുകളിലാണ്. നമ്മുടെ വീടുകളിലെ അച്ഛനും അമ്മയുമാണ്. അമ്മമാർക്കാണ് ഒരു മക്കളിൽ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ടെങ്കിലും പെട്ടെന്ന് അറിയാൻ കഴിയുന്നത് നമ്മൾ അമ്മമാർക്കാണ്. മക്കളിലുള്ള മാറ്റങ്ങൾ എന്ത് തന്നെയായിരുന്നാലും നമ്മളത് അച്ഛനെ അറിയിക്കുക. അച്ഛനെന്ന് പറയുന്നത് ഒരിക്കലും ഒരു കുടുംബത്തിലെയും ഭീകര ജീവിയല്ല. നമ്മുടെ അച്ഛനെന്ന് പറയുന്നത് മക്കളെ, നമ്മുടെ അച്ഛനെന്ന് പറയുന്നത് രാവന്തിയോളം കഷ്ടപ്പെട്ട് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി നമ്മുടെ കുടുംബത്തെ ഒരടിസ്ഥാനത്തിൽ നിന്ന് കെട്ടിപ്പടുത്ത് നിങ്ങളെ എത്രത്തോളം ഉയർച്ചയിൽ എത്താൻ പറ്റുമോ അത്രത്തോളം ഉയർച്ചയിൽ എത്തിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും നമ്മുടെ അച്ഛൻ അറിഞ്ഞ് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു മനോഭാവം അമ്മയിലുണ്ടാവണം. അങ്ങനെ ഉണ്ടാവുമ്പോഴത്തേക്ക് ഈ കുഞ്ഞുങ്ങളിൽ എന്ത് ചെയ്യുന്നറിയാമോ? അച്ഛനോടുള്ള വൈരാഗ്യ ബുദ്ധി അങ്ങ് മാറും. മനസ്സിലായോ? അച്ഛനോടുള്ള വൈരാഗ്യ ബുദ്ധി അങ്ങ് മാറും. മറ്റത് ചെറുപ്പകാലം മുതൽ അച്ഛനെന്ന് പറയുന്ന ഒരു ഭീകര ജീവിയായി നമ്മുടെ കുടുംബങ്ങളിൽ അവശേഷിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കുടുംബങ്ങളിലെ നമ്മുടെ അച്ഛനെന്ന് പറയുന്ന ഒരു രൂപത്തിനെ നമ്മളൊരു ഭീകര ജീവിയായിട്ടാണ് ചിത്രീകരിക്കുന്നത്. അതങ്ങ് മാറ്റണം. മാറ്റി നമ്മുടെ മക്കൾക്കൊപ്പം മക്കളെ അച്ഛനാണ് നമ്മുടെ എല്ലാം എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ കുടുംബങ്ങളിലിരിക്കുന്ന ഉണ്ടാവുമ്പോൾ ആ മക്കൾക്കും അച്ഛനോട് സ്നേഹം ഉണ്ടാവും. അച്ഛനെന്ന് പറയുന്ന പദത്തിനോട് ബഹുമാനം ഉണ്ടാവും. അച്ഛനെന്ന് പറയുന്ന വ്യക്തിയോട് ആദരവുണ്ടാവും. അങ്ങനെ ഉണ്ടാകുന്ന കുടുംബങ്ങളാണ് ഇന്ന് നല്ല നിലകളിലെത്തുന്നത്. കണ്ടിട്ടുണ്ടോ? ഏതൊരു കുടുംബമായിരുന്നു, നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കിയാണ് ഏതൊരു കുടുംബമായിരുന്നാലും അച്ഛനും അമ്മയും കൂടി സപ്പോർട്ട് ചെയ്ത് വളർത്തുന്ന മക്കൾ, ഇന്ന് കൈപിടിച്ച് ഉയർത്തുന്ന മക്കൾ ഇന്ന് നല്ല നിലകളിൽ തന്നെ എത്തുക തന്നെ ചെയ്യും. അവർക്ക് അച്ഛൻ്റെയും അമ്മയുടെയും അനുഗ്രഹവും ആശീർവാദവും അവരുടെ മനസ്സിലെ നന്മയും ആ കുട്ടികൾക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ വീടുകളിലുള്ള ഓരോ കുഞ്ഞുങ്ങളുടെ ചലനങ്ങളും അവരെന്താണ് ചെയ്യുന്നതെന്നും അവരെ ഒരു നല്ല മനസ്സിൻ്റെ അല്ലെങ്കിൽ നല്ല സമൂഹത്തിലെ നല്ല കുഞ്ഞുങ്ങളാക്കി, അവർ നല്ല ഉത്തരവാദിത്വമുള്ള കുഞ്ഞുങ്ങളാക്കി, കുടുംബത്തിനകത്തുള്ള ചെറിയ ചെറിയ ജോലികൾ അവരെ പഠിപ്പിച്ചെടുത്ത് നമ്മുടെ വീടുകളിൽ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് അവരെയും കൂടെ ബോധ്യപ്പെടുത്തി നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ അവർ നമ്മുടെ നല്ല മക്കളാണ്. സമൂഹത്തിൽ നല്ല മക്കളായി വരികയും ചെയ്യും. അവർ നല്ല ഉന്നത നിലകളിൽ എത്തുകയും ചെയ്യും. എല്ലാ മക്കൾക്കും ഒരു അമ്മയുടെ സ്നേഹത്തോടെ അനുഗ്രഹത്തോടെ ഈ വീഡിയോ കാണുന്ന ഏതൊരു മക്കളായിരുന്നാലും അവർക്ക് നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥനയോടെ നന്മകൾ മാത്രം ആശീർവദിച്ചുകൊണ്ട് നമ്മുടെ അച്ഛനും അമ്മയെയും മുത്തശ്ശനെയും മുത്തശ്ശിയെയും മാമനെയും നമ്മളെ കുടുംബാംഗങ്ങളെ ഓരോരുത്തരെയും നിങ്ങൾ സ്നേഹിച്ച് നെഞ്ചോട് ചേർത്ത് പിടിക്കുക. അവരുടെ ഓരോ ഉപദേശങ്ങൾ നിങ്ങൾ കേൾക്കുക, ചെവി കൊള്ളുക. അവർ നമ്മുടെ നല്ല ഭാവിക്കാണ് പറഞ്ഞു തരുന്നത്. അവർ നമ്മുടെ നല്ല ഭാവിക്കാണ് നമ്മളോട് വഴക്കിടുന്നത്. അല്ലെങ്കിൽ അവർ നമ്മുടെ നല്ല ഭാവിക്കാണ് അവർ ശാസിക്കുന്നത്. അല്ലെങ്കിൽ അവർ ഓരോ കാര്യങ്ങൾ വിളിച്ച് തിരക്കുന്നതും എടുക്കുന്നതും നമ്മളോട് സംസാരിക്കുന്നതും നമ്മുടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് മക്കളെ നിങ്ങൾ സ്നേഹിക്കുക. അച്ഛനും അമ്മയെയും ഒരുപോലെ സ്നേഹിക്കുക. നല്ല മക്കളായിട്ട് വളരുക. നിങ്ങൾ സമൂഹത്തിൽ നല്ല മക്കളായി തന്നെ ഉണ്ടാവും. ശരി, ഓക്കേ, ബൈ ബൈ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.